ശ്രീരാമക്ഷേത്രത്തിലാണ് അദ്ദേഹം, അവിടെയും എത്തും. അതുകൊണ്ട് നിഖിൽ പ്രമേഷ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകാൻ ചേരുന്നു. അതെ നിഖിൽ, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു രാജ്യം ശ്രീരാമ രാജ്യമായി മാറുന്നു എന്നൊക്കെ. ഇപ്പോൾ ശ്രീരാമക്ഷേത്രം തൃപ്രയാർ, അവിടെയും പ്രധാനമന്ത്രി ഇതിനുശേഷം എത്തും എന്നറിയുന്നു. അവിടെ ഏതൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്? കൃഷ്ണ, സ്മിത, ഗുഡ് മോർണിംഗ്. എല്ലാവിധത്തിലുള്ള ക്രമീകരണങ്ങളും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശ്രീരാമക്ഷേത്രത്തിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു. വലിയ സുരക്ഷയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തിനപ്പുറത്തേക്ക് മാധ്യമങ്ങളെപ്പോലും കടത്തിവിടുന്നില്ല. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ഇരുഭാഗങ്ങളിലും ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി ബാരിക്കേഡുകളും മറ്റും സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഈ ക്ഷേത്രം തന്ത്രി നേരത്തെ പുതുവത്സര ഘട്ടത്തിൽ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രി ഇവിടേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കത്തയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ക്ഷേത്രം ഒന്ന് സന്ദർശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് തൃപ്രയാറപ്പന് മീനൂട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി കാണുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ അതിനും സമയം ചെലവഴിച്ചേക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്രം തന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചാണ് അയോധ്യ പ്രതിഷ്ഠയ്ക്ക് മുൻപ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, പ്രധാനമന്ത്രി അയോധ്യ ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അദ്ദേഹം വ്രതത്തിലാണ്. ആ കാലഘട്ടത്തിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീകൃഷ്ണൻ പൂജിച്ച വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ് വിശ്വാസം. ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെ വിഗ്രഹങ്ങൾ ഒരേ സമയം കടലിൽ നിന്ന് ലഭിച്ച് പ്രതിഷ്ഠിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ അത്രമേൽ ശ്രേഷ്ഠമായൊരു ക്ഷേത്രമാണ് എന്നുമായിരുന്നു തന്ത്രി പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്ന കത്തിൽ പറഞ്ഞിരുന്നത്. ഇതുകൊണ്ടെല്ലാം തന്നെ ഒരുപാടധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ക്ഷേത്രമാണ്. അവിടേക്കാണ് ഇപ്പോൾ പ്രധാനമന്ത്രി എത്താൻ പോകുന്നത്. അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി നാട് ഒരുങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ ഇവിടെ കാണുമ്പോൾ, ഇവിടുത്തെ കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആളുകൾക്ക് അദ്ദേഹത്തെ കാണുന്നതിന്, ഇവിടേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്കും മറ്റും അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ കടകൾ അടപ്പിക്കുക അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവിടേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്ക് അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുണ്ട്. 5 പേർ മാത്രമാണ് ഈ പ്രധാനമന്ത്രി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്ഷേത്രം തന്ത്രി അടക്കം 5 പേർ മാത്രമാണ് ഉള്ളത്. എന്തായാലും അദ്ദേഹത്തെ വരവേൽക്കാൻ വേണ്ടി നാട് ഒരുങ്ങിക്കഴിഞ്ഞു, ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു, ഇവിടുത്തെ പരിസരം ഒരുങ്ങിക്കഴിഞ്ഞു. കൃഷ്ണ, സ്മിത. നിഖിൽ പ്രമേഷാണ് തൃപ്രയാറിൽ നിന്നുള്ള, പരിസരത്ത് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. തൃപ്രയാർ അയോധ്യ അവിടെ പ്രസംഗിച്ചപ്പോൾ തന്നെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കായി അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിൽ ഈ നാലമ്പല ദർശനം അതിൻ്റെ ഒരു പ്രാധാന്യവും കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ കൊച്ചു കേരളത്തിൽ ഈ രീതിയിൽ ശ്രീരാമക്ഷേത്രങ്ങളുണ്ടെന്നും അത് ഈ രീതിയിലുള്ള ചടങ്ങുകളുണ്ടെന്നും മറ്റ് നാടുകളിലുള്ളവർക്ക് ഒരുപക്ഷെ അറിയണമെന്നില്ല. എല്ലാ കർക്കിടക മാസത്തിലും നാലമ്പല ദർശനം പ്രധാനമാണ്. അതിൽ ഏറ്റവും ആദ്യം എത്തുന്നത് ശ്രീരാമക്ഷേത്രമായ തൃപ്രയാറിലാണ്. അതിനുശേഷമാണ് മറ്റ് ക്ഷേത്രങ്ങളിലേക്ക് കൂടൽമാണിക്യത്ത്, മൂഴിക്കുളത്ത്, പായിമേൽ, ഇങ്ങനെ മറ്റ് ക്ഷേത്രങ്ങളിലാണ് 4 പേരും ഇരിക്കുന്നത്.